സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കേരളം. ബജറ്റിന് മുന്നോടിയായി നടന്ന ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് മന്ത്രി KN ബാലഗോപാൽ ഈ ആവശ്യം ഉന്നയിച്ചത്. സംസ്ഥാനത്തിന് 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ബൽറാം, സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാടായിരുന്നു സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോകില്ല എന്നുള്ളത്. ഇപ്പോൾ ഇതേ ആവശ്യം വീണ്ടും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണോ ധനമന്ത്രി ചെയ്തത്? ധനകാര്യ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സഹായം ആവശ്യപ്പെടുന്ന കാര്യത്തിൽ എന്ത് നീക്കമാണ് ധനമന്ത്രി ഇന്ന് ഈ യോഗത്തിൽ നടത്തിയിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഡൽഹിയിൽ 53ാമത് GST കൗൺസിൽ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുൻപായാണ് പ്രീ ബജറ്റ് ചർച്ചകൾ ഈ പൊതു ബജറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ധനമന്ത്രിമാരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചർച്ചകൾ നടത്തിയത്. ഈ ചർച്ചയിലാണ് കേരളം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആവശ്യം എന്നുള്ളത് സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്നും സംസ്ഥാനം പിന്മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് പല തടസ്സവാദങ്ങളും കൂടുതൽ രേഖകളും ഉൾപ്പെടെ ആവശ്യപ്പെടുകയും അനുഭാവപൂർവമായ ഒരു സമീപനം ഈ പദ്ധതിയോടെ കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലും സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും വേഗം അനുമതി ലഭ്യമാക്കണം എന്നാണ് ധനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്ന്. കൂടാതെ 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് സംസ്ഥാനത്തിനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഈ യോഗത്തിൽ ഈ പ്രീ ബജറ്റ് ചർച്ചയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോവിഡ് ആഘാതത്തിൽ നിന്നും കരകയറാനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പല നയങ്ങളും തടസ്സമാകുന്നു എന്നും അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുമുള്ള ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 6,000 കോടി ഈ വർഷം ഉപാധിരഹിത കടം എടുക്കാൻ അനുവദിക്കണം എന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വർഷത്തെ കടമെടുപ്പ് പരിധി GSTPയുടെ 3% ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. കൂടാതെ ഉപാധിരഹിതമായ കടമെടുപ്പ് അനുവദിക്കണം എന്നാണ് മറ്റൊരു ആവശ്യം. കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവ മുൻ വർഷങ്ങളിൽ എടുത്ത വായ്പ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും കടമെടുപ്പ് പരിധിയിൽ കുറയ്ക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട്. GSTയിലെ കേന്ദ്ര സംസ്ഥാന ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. GST കൗൺസിൽ യോഗത്തിലാണ് കേരളം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിലൊന്ന് സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി വേണം എന്നുള്ളതാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.